മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണപ്പലഹാരങ്ങളിലൊന്നായ പഴംപൊരിയാണ് ഇന്നുണ്ടാക്കുന്നത്. നമസ്കാരം. എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. പഴംപൊരിക്കായി ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ ഏത്തയ്ക്കാപ്പഴമാണ്. ഏത്തയ്ക്കാപ്പൊരി ഉണ്ടാക്കുമ്പം നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ. ഇതുപോലെ പഴത്തിന്റെ തൊലി കുറച്ച് കറുപ്പ് കളറൊക്കെ ആകുമ്പോൾ എടുക്കുന്നതാ നല്ലത്. എന്നാലേ പഴംപൊരി ഉണ്ടാക്കുമ്പം നല്ല മധുരവും രുചിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. 12 പഴം വെച്ചിട്ടാ പഴംപൊരി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 3 കപ്പ് മൈദ എടുക്കാം. ഇത് മൊത്തം 1/2 കിലോ മൈദയുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ബാറ്ററിന് ചെറിയ രീതിയിലൊരു മധുരവും മൂത്ത് വരുമ്പോൾ ചെറിയ രീതിയിലൊരു ഗോൾഡൻ കളറിലേക്ക് മാറുകയും ചെയ്യും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. പഴംപൊരിക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ മഞ്ഞൾപ്പൊടിയോ മഞ്ഞ ഫുഡ് കളറോ ഉപയോഗിക്കാം. ഇതിന്റെ എല്ലാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 3 ടേബിൾ സ്പൂൺ ദോശമാവ് കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതിന് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. വെള്ളം ഒറ്റയടിക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാതെ ആവശ്യാനുസരണം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ കട്ടകളൊന്നുമില്ലാതെ ദോശമാവിന്റെ ഒരു പരുവത്തിലാക്കിയെടുക്കാം. ഇതിലിപ്പം മൊത്തം 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. മാവ് ഒത്തിരി ലൂസും ആകരുത്, ഒത്തിരി കട്ടിയും ആകരുത്. പഴംപൊരിയുടെ പുറമെ ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാം. വറുത്ത ഇടിയപ്പത്തിന്റെ പൊടിയാണ് ഇത് ചേർത്തിരിക്കുന്നത്. അരിപ്പൊടി അധികമായ പഴംപൊരി ഹാർഡായി പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. മാവിന് മഞ്ഞ കളർ കുറച്ച് കുറവായതുകൊണ്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലൊരു ബാറ്ററാക്കി എടുക്കാം. ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു മാറ്റി വെക്കാം. ഇനി ഈ പഴത്തെ നടുക്കൂടെ കീറിയെടുക്കാം. ഏത്തയ്ക്കയുടെ വലുപ്പം അനുസരിച്ച് 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് നാടൻ പഴമാണ്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള പഴമാണ്. ഏത്തയ്ക്കയുടെ 2 അറ്റങ്ങളും മുറിച്ച് കളഞ്ഞിട്ട് ഞാനിത് 2ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മാവ് മിക്സ് ചെയ്ത് 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് പഴമെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ചെറുതായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ കുറച്ച് ബാറ്റർ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് പഴംപൊരി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന മാവ് ഫ്രിഡ്ജിൽ 3-4 ദിവസം കേടാകാതിരുന്നോളും. പാനിൽ പഴം മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പഴംപൊരി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് രുചി. ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി. എണ്ണ നന്നായി ചൂടായോ എന്നറിയാൻ എണ്ണയിലേക്ക് കുറച്ച് മാവ് ഇറ്റിച്ചൊഴിച്ച് നോക്കി ഒഴിക്കുന്ന മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പം എണ്ണയൊക്കെ പാകത്തിന് ചൂടായി കിടക്കുക. ഇനി പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഏത്തയ്ക്ക ഓരോന്നോരോന്നായിട്ട് ഈ ബാറ്ററിലോട്ട് മുക്കി എക്സ്ട്രാ വരുന്ന ഈ മാവ് ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറമൊക്കെ കരിഞ്ഞു വരും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. പഴംപൊരി ഒത്തിരി മൂത്ത് പോകാതെ ഇതുപോലൊരു കളറായി വരുമ്പം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് കണ്ടില്ലേ, നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ എണ്ണ വാർന്നു പോയതിനു ശേഷം ടിഷ്യൂ പേപ്പറിലോട്ട് ഇടാം. ഇതൊട്ടും എണ്ണ കുടിക്കാത്ത പുറമെ ചെറിയൊരു ക്രിസ്പിനെസ്സും അകം നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം. 1/2 കിലോ മൈദയ്ക്ക് 12 പഴം നടുകെ കീറി 24 പഴംപൊരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും എണ്ണ കുടിക്കാത്ത ചെറിയൊരു ക്രിസ്പിനെസ് ഉള്ള നല്ല സോഫ്റ്റുമായിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.